ഗണപതിയുടെ കയ്യിൽ കയറാണ്. എന്താണ് ഈ കയറ് എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാതെ ഗണപതിനെ തൊഴുതിട്ടൊരു കാര്യം. ഈ പറഞ്ഞ ഗണപതിയുടെ രൂപത്തെ കുറിച്ച് പഠിക്കാതെ ഗണപതിനെ തൊഴുതിട്ടൊരു കാര്യം. പക്ഷെ നമ്മുടെ ആളുകൾ അത് പഠിപ്പിക്കുന്നു. ഈ കയറ് എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ കയ്യിൽ ഒരു കയറ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ആചാര്യം? നമ്മൾ സാധാരണ പറയാറുണ്ട് കുരിക്കിട്ട കയർ, ആശാപാശം, ആശയുടെ പാശം കയർ, രാഗസ്വരൂപ പാഷാഢ്യം ലളിതാ സഹസ്രാന്തത്തിൽ പറയുന്നത് അല്ലേ? ഇതാണ് ഈ കയർ. ഗണപതിയുടെ ഒരു കയ്യിൽ കയറാണ്. ഇതാണ് ഈ കയറ് എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാതെ ഗണപതിനെ തൊഴുതിട്ടൊരു കാര്യം. ഈ പറഞ്ഞ ഗണപതിയുടെ രൂപത്തെ കുറിച്ച് പഠിക്കാതെ ഗണപതിനെ തൊഴുതിട്ടൊരു കാര്യം. പക്ഷെ നമ്മുടെ ആളുകൾ അത് പഠിപ്പിക്കുന്നു. ഈ കയറ് എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ കയ്യിൽ ഒരു കയറ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് ആചാര്യം? നമ്മൾ സാധാരണ പറയാറുണ്ട് കുരിക്കിട്ട കയർ, ആശാപാശം, ആശയുടെ പാശം കയർ, രാഗസ്വരൂപ പാഷാഢ്യം ലളിതാ സഹസ്രാന്തത്തിൽ പറയുന്നത് അല്ലേ? ഇതാണ് ഈ കയർ.